ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറിയാണ് പ്രമുഖ IPL ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസ് എന്നാണ് ടീമിന്റെ ഉടമയായ നിതാ അംബാനി വിശേഷിപ്പിക്കുന്നത്. നിരവധി യുവപ്രതിഭകളെ ഇന്ത്യൻ ടീമിലേക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചെന്നും അവർ കണക്ക് നിരത്തുന്നുണ്ട്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, കൃണാൽ പാണ്ഡ്യ തുടങ്ങി നിരവധി പ്രതിഭകളെ 2008 മുതൽ സംഭാവന നൽകാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായ ഹാർദിക് പാണ്ഡ്യയെയും സഹോദരനും ക്രിക്കറ്ററുമായ കൃണാൽ പാണ്ഡ്യയെയും അവരുടെ ബാല്യകാലത്ത് ആദ്യമായി കണ്ടപ്പോഴത്തെ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിതാ അംബാനി. നിതയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ലോകത്തെ ഏറ്റവും മികച്ച 2020 ലീഗായ IPL-ൽ കളിക്കാർക്കായി ചെലവാക്കാവുന്ന തുകയ്ക്ക് പരിധിയുണ്ട്. അതിനാൽ ലേലത്തിലധികം പണം ചെലവിടാതെ എങ്ങനെ മികവുറ്റ പ്രതിഭകളെ കണ്ടെത്താമെന്നതാണ് ഉടമകളുടെയെല്ലാം ചിന്ത. ഒരിക്കൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് ഏജന്റാണ് 2 മെലിഞ്ഞ പയ്യന്മാരെ എനിക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തിയത്. കയ്യിൽ കാശില്ലാത്തതിനാൽ 3 വർഷത്തോളം നൂഡിൽസ് മാത്രം കഴിച്ചായിരുന്നു പാണ്ഡ്യ സഹോദരങ്ങൾ വിശപ്പടക്കിയിരുന്നത്. സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും മത്സരം ജയിപ്പിക്കാനുള്ള എക്സൈറ്റ്മെന്റും ഞാൻ കണ്ടു. അങ്ങനെയാണ് അവരെ മുംബൈ ഇന്ത്യൻസിൽ കളിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഹാർദിക് പാണ്ഡ്യയെ അന്ന് 10 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ടീമിലെടുത്തത്. ഇന്നവൻ മുംബൈയുടെ ക്യാപ്റ്റനാണ്. തൊട്ടടുത്ത വർഷം ഞങ്ങളുടെ സ്കൗട്ട് ടീം ഒരു മികവുറ്റ പേസ് ബോളറെ കൂടി കണ്ടെത്തി. ആ യുവതാരത്തെ കണ്ടപ്പോൾ തന്നെ ക്രിക്കറ്റിൽ അവനേക്കാൾ കൂടുതൽ അവൻ്റെ പന്തുകളാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവനാണ് ഇന്നത്തെ ജസ്പ്രീത് ബുംറ. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മുംബൈ ഇന്ത്യൻസ് കണ്ടെത്തിയ പ്രതിഭയാണ് തിലക് വർമ്മ. ഇന്ന് തിലകും രാജ്യത്തിൻ്റെ ആകെ അഭിമാനമാണ്. നിതാ അംബാനി പറഞ്ഞു നിർത്തി.